ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ മീനാക്ഷിക്ക് ഒരു പണി കൊടുക്കണമെന്ന് കരുതി സാവിത്രി കുഞ്ഞിനെ ടീപ്പോയിൽ കിടത്തുന്നു. അതിനുശേഷം മറഞ്ഞു നിൽക്കുകയാണ്. കാർത്തിക് താഴേക്ക് വരുമ്പോൾ കുഞ്ഞു ടീപ്പോയിൽ കിടക്കുന്നത് കാണുന്നു. അത് കാണുമ്പോഴാണെങ്കിൽ കാർത്തിക്കിന് ഒരുപാട് ദേഷ്യം വരുന്നു. കാർത്തിക് മീനാക്ഷിയുടെ അടുത്തേക്ക് ഒരുപാട് ദേഷ്യത്തോടെ ചെല്ലുകയാണ്. കാർത്തിക് മീനാക്ഷിയെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, നീ ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് എവിടേക്കാണ് പോയതെന്നൊക്കെ. ആ സമയത്താണെങ്കിൽ ബഹളം കേട്ടുകൊണ്ട് നന്ദിനി അമ്മയും രാജലക്ഷ്മി അമ്മയും അപ്പുറത്തുണ്ടായിരുന്നു. കാർത്തിക് മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ സാവിത്രിക്ക് സന്തോഷമാകുന്നു. സാവിത്രി വിചാരിച്ച കാര്യം നടക്കുന്നുണ്ട്. കാർത്തിക് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഇവൾ ഇന്ന് ചെയ്ത തെറ്റിന്റെ ശിക്ഷയ്ക്കായിട്ട് ഇവൾക്ക് ഈ വീട്ടിൽ നിന്നും ഇന്നത്തെ ദിവസം ആഹാരമില്ല എന്നൊക്കെ പറയുന്നു. കാർത്തിക് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സാവിത്രിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. നന്ദിനി അമ്മയ്ക്കും രാജലക്ഷ്മി അമ്മയ്ക്കും ഒരുപാട് സങ്കടമാകുന്നു. ശേഷം കാണിക്കുന്നത് വൈശാഖിനെയും മൈഥിലിയുമാണ്. മൈഥിലിയാണെങ്കിൽ വൈശാഖിനോട് പറയുന്നുണ്ട്, നമ്മളെ ആ മീനാക്ഷിയും കാർത്തിക്കും വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ. ഇവിടുത്തെ അമ്മയാണെങ്കിൽ ഉപകരണങ്ങൾ പണിയാൻ വേണ്ടി ഏൽപ്പിച്ച ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ വൈശാഖിനോട് മൈഥിലി പറയുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്